ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയിൽ മിസ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെല്ലാം മുമ്പ് എന്തിനാണ് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയണം അല്ലേ. അപ്പോൾ വേറെ ഒന്നുമല്ല, വളരെ എളുപ്പമാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം അല്ലെ ഇന്ന് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പേപ്പർ കഷ്ണത്തിലോ അല്ലെങ്കിൽ ഒരു ബുക്കിലോ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം കിടക്കുന്നത് വരെ എന്തൊക്കെയാണ് ഞാൻ ഏത് സമയത്ത് എന്തൊക്കെ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി നമ്മളത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ടൈം ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ദിവസം എനിക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം നമുക്ക് ഉണ്ടാവണം. അത് നമ്മളുടെ പാരൻസിൻ്റെ കാര്യമല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ കാര്യമല്ല, നിങ്ങൾ ഫ്രണ്ട്സ് ചെയ്യുന്നതല്ല, നമുക്ക് സ്വന്തമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ബോധം നമുക്ക് വേണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പോൾ ആ ഒരു നീഡ്, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കത് ഒരു ടൈം ടേബിൾ ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്കത് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കും അല്ലേ, ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ പിന്നെ എന്തിനാണ് ടൈം ടേബിൾ ആക്കി വെക്കുന്നത്? ഒന്നുമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമ്മളുടെ മനസ്സിൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ മൈൻഡാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ എന്താണ് അല്ലേ, ഇത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്ലാനിങ്ങിൽ ഉണ്ടെങ്കിൽ പോലും നമ്മളിങ്ങനെ എഴുതിയൊന്നും വെക്കാതെ, അല്ലെങ്കിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ ഇന്നതൊക്കെ ചെയ്യാം എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി വെച്ച് അത് ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ദിവസം നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും അല്ലേ. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ വെച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും മിസ് ഔട്ട് ചെയ്ത് പോകാനുള്ള കാരണം ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു കാര്യമുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളൊരു പെർഫെക്റ്റ് ടൈം ടേബിളിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമുക്കൊരു നല്ല ടൈം ടേബിൾ കൊണ്ട് പഠിച്ച് മുന്നേറാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം മിസ് നേരത്തെ പറയുണ്ടായി ടൈം ടേബിളിൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ആഗ്രഹം, എനിക്ക് ഫുൾ ടൈം അല്ലെ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് സിനിമ കാണണം, പുറത്ത് പോകണം, ഇൻസ്റ്റഗ്രാമൊക്കെ നോക്കി സോഷ്യൽ മീഡിയ നോക്കിയിരിക്കണം, ഗെയിം കളിച്ചിരിക്കണം, ഇത് മാത്രമാണ് എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് ഇതെല്ലാം ചെയ്തുകൊണ്ട് എനിക്ക് 10ാം ക്ലാസ്സിൽ ഫുൾ A1 വേണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അപ്പം എല്ലാം ഈക്വലി കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാണ്, കുറച്ച് സമയം നമ്മൾ എന്ത് ചെയ്യണോ, ഫ്രീ ആയിട്ട് കൊടുക്കുന്നു നമ്മുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും. അതുപോലെ തന്നെ ഈക്വലി ടൈം നമ്മൾ സ്റ്റഡീസിനും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർഫെക്റ്റ് ടൈം ടേബിൾ ആവശ്യമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം മിസ് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് തരാൻ രാവിലെ 6 മണിക്ക് എണീക്കുക, 7 മണി അല്ലെ 6-7 മണിക്ക് മുമ്പ് നിങ്ങളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് 7 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ് പറഞ്ഞിട്ട് നിങ്ങളത് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽസ് ആണ്, ഓരോരുത്തർക്കും പഠിക്കാനുള്ള സമയവും നിങ്ങളുടെ ഇഷ്ടങ്ങളും ഒക്കെ വ്യത്യാസമായതുകൊണ്ട് തന്നെ നിങ്ങളാണ് ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത്. അപ്പം മിസ് നിങ്ങൾക്കൊരു എന്ത് തരാൻ പോവാണ്, ഒരു ഐഡിയ തരാൻ പോവാണ്. അതിനനുസരിച്ച് എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം, ടൈം ടേബിൾ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. റെഡി? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പം നിങ്ങൾക്ക് പലർക്കും സ്കൂൾ ഉണ്ടാവില്ല, ചിലർക്ക് സ്കൂൾ ഉണ്ടാവും, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മൾ എഴുതാൻ വേണ്ടി പോവുകയാണ്. ആദ്യം നമ്മൾ എപ്പോഴാണ് എണീക്കുന്നത് എന്നുള്ളതിൻ്റെ കാര്യം നമ്മൾ ഫിക്സ് ചെയ്യുന്നു അല്ലേ. അപ്പം നിങ്ങളൊരു 6 o'clock എണീക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു 7 മണി മുതൽ എന്ത് ചെയ്യുക അല്ലേ, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 7 മണിക്ക് എന്ത് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും. അപ്പോൾ ഇത് മിസ്സിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഒരു 7 മണി തൊട്ട് ഞാൻ എന്ത് ചെയ്യണം, 9 മണി വരെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ എൻ്റെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് ഞാൻ ചില്ല് ചെയ്തു. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് എഴുതി വെക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ചില്ല് എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എഴുതി വെക്കാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നോക്കും, അല്ലെങ്കിൽ ഞാൻ ഇന്നൊരു പ്രോഗ്രാം കാണും, അല്ലെങ്കിൽ ഇന്നൊരു വ്ളോഗ് കാണും, അല്ലെങ്കിൽ പാരൻസുമായിട്ട് ഞാൻ പുറത്ത് പോകും, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പുറത്ത് പോയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ എന്താണ് ചില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിവിടെ സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി വെച്ചോളൂ. ഇനി അല്ല നിങ്ങൾക്ക് 7 മണി തൊട്ട് 9 മണി വരെ ചില്ല് ചെയ്യണമെന്നില്ല, എനിക്ക് 7 മണി തൊട്ട് 8 മണി വരെ മതി മിസ്, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് അല്ലേ സമാധാനമായിട്ടിരിക്കാൻ എനിക്ക് 7 തൊട്ട് 8 മണി വരെ മതി. നിങ്ങൾ അതിനനുസരിച്ച് എഴുതാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് ചില്ലിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചില്ലിങ് ഇങ്ങനെ 10 മണി 11 മണി 12 മണി വരെ നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത മക്കളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ദിവസവും കുറേ ലേണിംഗ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടി തരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, രാവിലത്തെ നിങ്ങളുടെ പരിപാടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു 9 മണി തൊട്ട് 10:30 മണി വരെ അല്ലേ, ഒരു 1.5 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഫിസിക്സ് ആണ്. ഇപ്പോൾ സപ്പോസ് ഫിസിക്സിൻ്റെ ചാപ്റ്റർ 1
ലേണിംഗ് വീഡിയോ 6, 7, 8 ആണ് ഇന്ന് കാണുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ എന്താണുള്ളത്. നിങ്ങൾക്ക് ഇതുപോലൊരു ഷീറ്റൊക്കെ വരും. അപ്പോൾ 15th May ആണെന്നുണ്ടെങ്കിൽ വെനസ്ഡേ നമുക്ക് കാണേണ്ട ഫിസിക്സിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ഇതാ 3 ലേണിംഗ് വീഡിയോസ് ആണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 3 ലേണിംഗ് വീഡിയോസിന് എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്ന് നോക്കിയിട്ട് എന്തായാലും ആ ഡ്യൂറേഷനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി എടുക്കും. അപ്പോൾ കുറച്ചുകൂടെ സമയം എൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ എത്ര സമയം വേണം അത്രയും സമയം നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം. അപ്പോൾ തലേ ദിവസം തന്നെ നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ടൈം ടേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് എഴുതി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ സമയത്തിനനുസരിച്ച് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ മാറ്റുക. ഓക്കെ, അപ്പോൾ ഇത്ര സമയം തൊട്ട് ഇത്ര സമയം വരെ ഞാൻ ലേണിംഗ് വീഡിയോസ് കാണാനും പഠിക്കാനും വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറച്ച് സമയം അധികം ആയതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കുറച്ച് ഹെക്റ്റിക് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മടുപ്പൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സ്മോൾ ബ്രേക്സ് ഒക്കെ വേണമെങ്കിൽ എടുക്കാം. കുറച്ച് നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നിട്ട് പാരൻസിനോട് സംസാരിച്ച് വേഗം ഒരു 5 minutes തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം ഒരു 15 minutes നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വല്ല യൂട്യൂബ് ഷോർട്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് നേരം എന്ത് ചെയ്യുക, അത് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ പ്രത്യേകിച്ച് മനസ്സിലാക്കുക, നമ്മൾ ഇൻസ്റ്റഗ്രാമൊക്കെ തോണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സമയം പോകണമെന്ന് നമുക്കറിയില്ല. പക്ഷെ നമുക്ക് നമ്മളുടെ ടൈം ടേബിളിനനുസരിച്ച് അത് നിർത്താനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അതിനുശേഷം വീണ്ടും നമ്മൾ പഠനത്തിലേക്ക് പോവുകയാണ്. ഒരു 11 തൊട്ട് 12 വരെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. ഇത് ഓരോന്നും നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മിസ് പ്രത്യേകം പറയണം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു റിലേറ്റീവ് വരാണ് അല്ലേ. അപ്പോൾ ചിലപ്പോൾ ആ സമയം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അത് ഫ്ലെക്സിബിൾ ആയിട്ട് ചേഞ്ച് ചെയ്യുക. ഓക്കെ, ആൻഡ് പരീക്ഷയുടെ സമയമൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഹെക്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേ ടൈം ഓഫ് സ്റ്റഡി ഒക്കെ വെച്ചിട്ടുള്ള ടൈം ടേബിൾ നിങ്ങൾക്ക് മാറ്റി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഇപ്പോൾ നമുക്ക് അത്ര റഷുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സമയം നിങ്ങൾക്ക് ലെഷർ ടൈം ആക്കി എടുക്കാം. ആൻഡ് സ്റ്റഡി ടൈമും അതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഒരു ദിവസം ഒരു 3 മണിക്കൂറെങ്കിലും ഞാൻ പഠിക്കും. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പഠിക്കും, പിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നോളാം, എന്നാലും പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ എത്രയാണോ നിങ്ങൾ കൃത്യമായിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എഴുതി വെക്കുക. ഒരു ദിവസത്തെ, അതായത് തലേ ദിവസം നെക്സ്റ്റ് ഡേക്കുള്ള ടൈം ടേബിൾ ഉണ്ടാക്കി വെക്കുക. ഓക്കെ മക്കളെ, ആൻഡ് ഇത് കഴിഞ്ഞതിന് ശേഷം ആ ടൈം ടേബിൾ നിങ്ങൾ എത്ര നേരം പഠിക്കാൻ എടുത്തിട്ടുണ്ട്, എത്ര ടൈം നിങ്ങൾ ലെഷർ ടൈം ആയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റിയാലിറ്റി ഉണ്ടാവില്ലേ, ഞാൻ ഇത്ര സമയമാണ് ഇന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ, എഫക്റ്റീവായിട്ട് ഞാൻ ഇത്രയും സമയം പഠിച്ചു, ബാക്കി അപ്പം എല്ലാം ഈക്വലി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ വേറൊരാളുടെ ടൈം ടേബിളിനെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതെ ഇതേപോലെ നമ്മളുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ടൈം ടേബിൾ ഉണ്ടാക്കുക. മിസ് പ്രത്യേകം ആലോചിക്കുന്നു, നമ്മൾ കൂടുതൽ സമയം വേറെ കാര്യങ്ങൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി ടൈം കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റിസൾട്ടിലും നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. ആ ബോധ്യം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി എപ്പോഴും ഉണ്ടാകുന്ന എൻ്റെ കുട്ടികളുടെ പ്രശ്നം എന്ന് പറയുന്നത് ടൈം ടേബിളൊക്കെ നമ്മൾ ഫസ്റ്റൊക്കെ ഉണ്ടാക്കും, അന്നത്തെ ദിവസം നമ്മൾ മാക്സിമം അതേപോലെ തന്നെ ചെയ്യും. ആൻഡ് 2 days കഴിഞ്ഞാൽ ദീം തരികിടത്തവും എന്ന അവസ്ഥയായിരിക്കും അല്ലേ. എന്താ, ടൈം ടേബിൾ ഉണ്ടാവില്ല, പിന്നെ ഫുൾ നമ്മളുടെ ഓരോ രീതിയിലായിരിക്കും. അപ്പം ഈ ടൈം ടേബിൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൂടെ മിസ് നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, വെൻ ടു മേക്ക് ടൈം ടേബിൾ നമ്മൾ എപ്പോഴും ഉണ്ടാക്കണം. നിങ്ങൾ ഒരു ദിവസം അങ്ങോട്ട് ഇരുന്നിട്ട് ഞാൻ ഈ മാസത്തേക്കുള്ള ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കി വെക്കണം, ഈ മാസം ഞാൻ മൊത്തം ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഒരു 1 വീക്കിലേക്ക് ഞാൻ ടൈം ടേബിൾ ഉണ്ടാക്കണം, ഇത് മൊത്തം ഞാൻ ചെയ്യുമെന്ന് വിചാരിച്ചാൽ ഇതൊന്നും ചിലപ്പോൾ നടന്നോളണമെന്നില്ല. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 2 days മാത്രം ഉണ്ടാക്കാം. കൂടിപ്പോയ 2 ദിവസം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, തലേ ദിവസം നെക്സ്റ്റ് ഡേക്ക് ഉള്ളത് എടുത്ത് വെക്കുക. ഓക്കെ, അപ്പം പിറ്റേ ദിവസം ചെയ്യുന്ന ആ ഒരു എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ആ ഒരു ടൈം ടേബിൾ എന്ത് ചെയ്യുക, തലേ ദിവസം ഉണ്ടാക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് ഡേ നിങ്ങളത് ഫോളോ ചെയ്യുക. അപ്പോൾ അത് ഓരോ ദിവസം ചെയ്യുമ്പോൾ നമുക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല. അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാനൊക്കെ പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈം നിങ്ങൾക്ക് തോന്നുകയാണ് ടൈം ടേബിൾ എഴുതുന്ന സമയത്ത് എനിക്ക് ഫ്രീ ടൈം കൊടുത്തിട്ടില്ല, എനിക്ക് ലെഷർ ടൈം ഞാൻ വളരെ കുറച്ചേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ എനിക്കിത് ഭയങ്കര ഹെക്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് എൻ്റെ കുട്ടികൾക്ക് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലെഷർ ടൈം കൂട്ടാം അല്ലേ. അപ്പോൾ നമ്മളാണ് ടൈം ടേബിൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ലെഷർ ടൈം അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, അയ്യോ എനിക്കൊരു ലെഷർ ടൈം ഒന്നും ഇല്ലാണ്ട് ഞാൻ ഫുൾ പഠനത്തിലേക്ക് പോകാൻ വേണ്ടി പോവാണ്, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനും അതുപോലെ തന്നെ ലെഷർ ടൈമും ആവശ്യത്തിന് എന്ത് ചെയ്യുക, എഴുതി വെക്കുക കേട്ടോ. ഇനി ഫ്ലെക്സിബിലിറ്റി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇപ്പോൾ നമ്മളൊരു ദിവസം ടൈം ടേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല.
പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അത് ചില ദിവസങ്ങളിൽ മാത്രമായിരിക്കും. ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പുറത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ പെട്ടെന്ന് വരികയാണെങ്കിൽ നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നെക്സ്റ്റ് ഡേ ടൈം ടേബിൾ അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റിവിഷൻ. അതായത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് റിവൈസ് ചെയ്യണം അല്ലേ. അപ്പോൾ എപ്പോഴും ടൈം ടേബിളിൻ്റെ ഇടയിൽ നിങ്ങൾ റിവിഷനുള്ള സ്ലോട്ട് കൊടുക്കണം. അതായത് പഠിച്ചു, അത് റിവൈസും കൂടെ ചെയ്യാനുള്ള സ്ലോട്ട് ടൈം ടേബിളിൽ. അത് 2 days കഴിഞ്ഞാലും പ്രശ്നമില്ല, പഠിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ ആയാലും കുഴപ്പമില്ല. അതിനുള്ള സമയം നിങ്ങൾ അവിടെ കൊടുക്കണം. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. അതായത് കുറച്ച് സമയം നിങ്ങൾ പഠിക്കുകയാണെങ്കിലും പ്രശ്നമില്ല, ഇതെന്നും നിങ്ങൾ ഈ ടൈം ടേബിളിനനുസരിച്ച് ചെയ്ത് പോകുകയാണെങ്കിൽ അത് നമ്മളുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് മാറും. നിങ്ങൾക്ക് ആ ടൈം ടേബിൾ എഴുതാനുള്ള ഒരു എനിക്കിന്ന് ടൈം ടേബിൾ എഴുതാൻ നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങും. അത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നും ചെയ്ത് പോരുകയാണെങ്കിൽ അത് നമ്മുടെ ലൈഫിൽ ഒരു പാർട്ടായിട്ട് മാറും. അപ്പോൾ ഈ ടൈം ടേബിൾ എഴുതുന്നൊന്നും നിങ്ങൾക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. എല്ലാം എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എൻ്റെ കുട്ടികൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ടൈം ടേബിൾ എഴുതി വയ്ക്കുക. വേണമെങ്കിൽ ടൈം ടേബിളിന് വേണ്ടി ഒരു കുട്ടി ബുക്ക് വാങ്ങിച്ചോളൂ, പ്രശ്നമില്ല. അല്ലെങ്കിൽ ഒരു ഡയറി എടുത്തോ. ഓക്കെ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒട്ടിച്ച് വെക്കാം. ഇന്നത്തെ ദിവസം ഞാൻ ഇതാണ് ചെയ്യുന്നത്, ടേബിളിൻ്റെ മുകളിൽ ഒട്ടിച്ച് വെച്ചാൽ മതി. അതൊക്കെ എൻ്റെ കുട്ടികളുടെ ഇഷ്ടമാണ്, അത് നോക്കാം. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം എല്ലാ ദിവസവും ഈ ടൈം ടേബിൾ വേണം ഇല്ല. അപ്പോൾ ടൈം ടേബിൾ ഇങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് മടുത്തു പോലില്ല. ദിവസം ഈ ടൈം ടേബിളിനനുസരിച്ച് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്യുക എന്ന് തോന്നും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റിലാക്സ് ഡേയ്സ് ഇടുക. അപ്പോൾ സൺഡേയ്സ് ഒക്കെ നിങ്ങൾക്ക് റിലാക്സ്ഡ് ഒന്നുമില്ല, ടൈം ടേബിൾ ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം എന്നുള്ള റിലാക്സ് ഡേയ്സും കൂടെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊന്നും ഒരു ഭാരമായിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, റിലാക്സ് ഡേയ്സ് വേണം എന്ന് വെച്ചിട്ട് ആഴ്ചയിൽ 5 ദിവസം റിലാക്സ് ഡേയ്സ് ആവരുത്. അപ്പോൾ ഒരു 1 വീക്ക് ഉണ്ടെങ്കിൽ ഒരു 2 days ഒക്കെ നിങ്ങൾ റിലാക്സ് ഡേയ്സ് ആക്കുക, അല്ലെങ്കിൽ ഒരു ദിവസം സൺഡേ നിങ്ങൾ റിലാക്സ് ഡേ എടുക്കുക. അപ്പം ഒരു ടൈം ടേബിളും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ട സമയത്ത് എണീക്കാം, ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ പുറത്ത് പോകാൻ വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെയുള്ളൊരു രീതിയിൽ ഒരു കുറച്ച് റിലാക്സ് ആയിട്ടുള്ള ഡേയ്സ്. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ നമുക്ക് ചീറ്റ് ഡേയ്സ് ഉണ്ടാവും അല്ലേ. ഡയറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം ചീറ്റ് ഡേ ഉണ്ടാവും. അപ്പോൾ അതേപോലെ നമുക്കൊരു റിലാക്സ്, ചീറ്റ് ചെയ്യുക എന്നൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിലാക്സേഷന് വേണ്ടി ഒരു റിലാക്സ് ഡേയും കൂടെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി നോക്കൂ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. നല്ല മാർക്കിലേക്ക്, നല്ലൊരു റിസൾട്ടിലേക്ക് എൻ്റെ കുട്ടികൾക്ക് എത്താൻ വേണ്ടി പറ്റും. ആൻഡ് ഓരോ ദിവസം കൂടും തോറും അല്ലെങ്കിൽ പരീക്ഷകൾ അടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ആ ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വന്നാൽ ഉറപ്പായിട്ട് മക്കളെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് എത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈം ടേബിൾ മിസ്സി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി പഠിച്ചു നോക്കൂ. ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ആൻഡ് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങുക. ആൻഡ് ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഈ വീഡിയോൻ്റെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമെന്ന് മിസ്സിന് പ്രോമിസ് ചെയ്യുക. എങ്ങനെ പോകുന്നുണ്ട് നിങ്ങളുടെ സ്റ്റഡീസ്? ഈ ടൈം ടേബിൾ വെച്ച് പഠിക്കുമ്പോൾ മാറ്റമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക? ഇതിൻ്റെ താഴെ വന്ന് എന്തായാലും എൻ്റെ കുട്ടികൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മിസ്സ് നോക്കൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കി തുടങ്ങുമെന്നുണ്ടെങ്കിൽ യെസ് മിസ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക? ഐ വിൽ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ മക്കളെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഒരു നല്ല ടൈം ടേബിൾ ഉണ്ടാക്കുക, ഒരു നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, താങ്ക് യു.